ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം രാവിലെ 6:50. അപ്പോൾ പുറത്ത് നല്ല ഫ്രഷ് എയറെല്ലാം കൊണ്ടിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ അച്ഛനും അമ്മയും പാലക്കാട് പോകുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് തൊട്ടടുത്ത ദിവസത്തിൻ്റെ അടുത്ത ദിവസമാണ് ഇട്ടത്. അപ്പോൾ അവർ ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റിന് എന്തിനാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്പെഷ്യൽ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ വേഗം കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങട്ടെ. അപ്പോൾ പോകുന്ന വഴിയെ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ നമ്മൾ വേഗം റെഡിയായിട്ട് ഇറങ്ങി. ഞാനും ഏട്ടൻ നിച്ചുട്ടി മാത്രമല്ലേ ഉള്ളൂ, അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ ഇതാ വണ്ടിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഗേറ്റ് എല്ലാം പൂട്ടിയിട്ട് വണ്ടി കയറട്ടെ കേട്ടോ. എൻ്റെ നെഞ്ച് കൊട്ടിപ്പാടണ തോറ്റം പാട്ട്, നിന്റെയുള്ള മലയണയതു കേട്ടു കേട്ട്, എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട്, നിന്റെ കോവിൻ മുന്നിൽ എന്നും നീരൂട്ട്, മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. മുത്തപ്പന്റെ പാട്ടെല്ലാം പാടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്നുള്ളത്. നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോവാണ്. നമ്മുടെ കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രം നമ്മൾ മുന്നേ വീഡിയോയിലെല്ലാം 1-2 പ്രാവശ്യം പോയപ്പോൾ കാണിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. ഇന്നലെ രാത്രി ഒരു 12 മണി 12:30 ആകുമ്പോൾ ഇതാ ഈ നിൽക്കുന്ന മനുഷ്യൻ റൂമിലേക്ക് വന്നിട്ട് രാത്രി നാളെ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത്? ഞാൻ പറഞ്ഞു നോക്കാം, ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇടിയപ്പാറ്റാക്കാതെ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്നാ പിന്നെ നേരെ വേണം പറയുക. കുറച്ച് നേരത്തെ പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കൂലേ എന്നാണ് കേട്ടാ. പ്രിപ്പറേഷൻ അല്ല, എന്നാലും നമുക്ക് എവിടെയെങ്കിലും നാളെ പോവാനുണ്ട് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഒന്നൊന്ന് മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവാലോ. 12:30 പറയുന്നത് നമുക്ക് പറശ്ശിനിക്കടവ് പോയാലോ എന്ന്. അപ്പൊ പിന്നെ പോവാന്ന് ആ സമയത്ത് തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ പറശ്ശിനിക്കടവിൽ എപ്പം പോവാന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമാണ്. അവിടെ പിന്നെ ചാടിക്കെട്ടി രാവിലെ തന്നെ പുറപ്പെട്ടു. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. സാറ്റർഡേ അല്ലേ, അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു. അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് കാണാം. നമ്മൾ വണ്ടിയും വെച്ചിട്ട് വരുന്ന വഴിക്ക് തന്നെ അവിടെ മുല്ലപ്പൂ വെക്കുന്നുണ്ട് കേട്ടോ, 2 ചേട്ടന്മാർ. അപ്പോൾ അവർ അത് കണ്ടപ്പോൾ എനിക്കെന്തോ, ഞാൻ തീരെ മുല്ലപ്പൂ വെക്കാത്ത ആളാണ്, എനിക്ക് അങ്ങ് വലിയ ഇഷ്ടമല്ല മുടിയിൽ മുല്ലപ്പൂ വെക്കുന്നത്, കല്യാണത്തിന് മുമ്പ് വരെ വെക്കില്ല. പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു കൊതി തോന്നി ആ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് 1 മുളം മുല്ലപ്പൂ വാങ്ങിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പിൽ നിന്ന് സ്ലൈഡ് വാങ്ങിയിട്ട് അത് വെക്കുവന്ന്. കുറേ കാലമായിട്ടാണ് വെക്കാത്ത. അപ്പോൾ ആ ഫസ്റ്റത്തെ ഏട്ടൻ തന്നെ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ എല്ലാം പ്രായം ഉണ്ടാവും, മോളെ ഇതാ വെച്ചോ, നമുക്ക് ചായ കുടിക്കാൻ പൈസ ആവില്ലേ മോളെ, തലയിൽ വെച്ചോ നല്ല രസം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. അപ്പോൾ ചെയ്താലും മേടിക്കാം, നമ്മൾ അമ്പലത്തിൽ പോകുമ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ ഞാനിട്ട ഡ്രസ്സിന് നല്ല മേച്ചം തോന്നി ആ ഒരു മുല്ലപ്പൂ. അങ്ങനെ സ്ലൈഡും വാങ്ങിയിട്ട് മുല്ലപ്പൂ എല്ലാം വെച്ചിട്ട് സുന്ദരി മണിയായിട്ടാണ് കേട്ടോ പറശ്ശിനിക്കടവിൽ പോകുന്നത്. ഞാൻ അതിന് ഒരു കുഞ്ഞ് കഷ്ണം പൊട്ടിച്ചിട്ട് നിച്ചൂട്ടിൻ്റെ തലയിൽ വെക്കാൻ വേണ്ടി നോക്കിയാൽ പക്ഷെ നിച്ചു വിടുന്നില്ല. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കണ്ട് ശീലമില്ലല്ലോ, മുല്ലപ്പൊന്നും വെച്ചിട്ട് കണ്ടിട്ടും നിച്ചൂട്ടി അങ്ങനെ ശീലമില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വെക്കുമ്പോൾ ചിലപ്പം വെക്കുമായിരിക്കും, അവർ കണ്ട് പരിചയമായതുകൊണ്ട്. അപ്പോൾ പുഴയിലിറങ്ങി കാലെല്ലാം ഒന്ന് കഴുകിയിട്ട് അമ്പലത്തിനുള്ളിൽ കയറാമെന്ന് വെച്ചിട്ടാണ്. നിച്ചൂട്ടിനെ ഇറക്കിയിട്ടില്ല, ഞാൻ മാത്രം അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ആ ഒരു ഇളം വെയിലും ആ ഒരു പുഴയും ആ മുല്ലപ്പൂവിൻ്റെ മണവും എല്ലാം കൂടെ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഫീലാണ്. പൊതുവേ അമ്പലങ്ങളിലെല്ലാം പോകുമ്പോൾ നമുക്കൊരു മൈൻഡ് ഒന്ന് റിലാക്സായി അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ പോകുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ഫീലാണ്. അപ്പം നിച്ചൂട്ടി ഇതാ ചൂണ്ടിക്കാണിച്ച് തരുന്നല്ലുണ്ട്, ഇതാ അമ്മ വരുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ വലിയ തിരക്കുണ്ടായിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് തിരക്കായി. കയറുമ്പോൾ തന്നെ സന്തോഷമായി എന്ന് വെച്ചാൽ മുത്തപ്പനും തിരുവപ്പനും ഉണ്ടായിന്. അങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടുവിട്ട 2 ആൾ അവർ കാസർഗോഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ചേച്ചിന്ന് വിളിച്ച് ഓടി വന്ന് വർത്താനെല്ലാം പറഞ്ഞു. അതുകൊണ്ട് നല്ലോണം സന്തോഷമായി. മുത്തപ്പനെയും തിരുവപ്പനെയും കാണാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം നിന്ന് തൊഴുതിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇന്ന് പറശ്ശിനിക്കടവ് പോയാൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു മൊമെൻ്റാണ് കേട്ടോ ഇത്. ഈ ചേച്ചി മക്കളും, ജലജ ചേച്ചി, ആര്യ, അനന്യ 2 മക്കളുമാണ്. ഇവർ വയനാട് നിന്നേ വന്നതാണ് പറശ്ശിനിക്കടവിലേക്ക്. നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചേട്ടാ. എല്ലാ വീഡിയോയും കാണലുണ്ടെന്നുള്ള മറ്റേ എൻ്റെ അപ്പോൾ ആ ചേച്ചീൻ്റെ സന്തോഷം കാണണം. എനിക്ക് ഭയങ്കര ഒരു സങ്കടമല്ല വന്നുപോയി മോളെ. അങ്ങനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. വയനാട് നിന്ന് വരുമ്പം വിചാരിച്ചതാണ്, അയ്യോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെല്ലാം വിചാരിച്ചതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഇത്രയും ദൂരം അവർ വന്നിട്ട് നമ്മളെ കാണാൻ ആഗ്രഹിച്ച് വന്നിട്ട്
അത് നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണെങ്കിലും അതേ കറക്റ്റ് ദിവസം നമ്മൾ പോവുകയും ചെയ്തു, വർത്തമാനം പറഞ്ഞ് കുറേ നേരം അങ്ങനെല്ലാം പറ്റുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അല്ലേ. അപ്പം ഭയങ്കര സന്തോഷമായി അവരിന്ന് കണ്ടതിൽ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചേച്ചിയും മക്കളും ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങളെ കണ്ടതിൽ എനക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ല അവരെ സന്തോഷം കണ്ടപ്പോൾ. അങ്ങനെ കുറച്ച് നേരം ചേച്ചിയോടും മക്കളോടും വർത്തമാനം പറഞ്ഞ് നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ചായ കുടിക്കാൻ കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അപ്പം മുത്തപ്പൻ്റെ അടുത്ത് പോയാൽ ഈ പ്രസാദം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഫീലാണ്, ഒരു വികാരമാണ്. അപ്പം നല്ല അടിപൊളി ചായയായിരിക്കും, വെള്ളം പോലത്തെ ചായ ആയിരിക്കും. പക്ഷെ അതിനെന്ത് ടേസ്റ്റാണെന്ന് അറിയാം, പോയവർക്ക് മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പയറും ചായയെല്ലാം കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തൊന്നും അങ്ങനെ വലിയ തിരക്കില്ല, അതിൻ്റെ ഉള്ളിൽ മാത്രമേ തിരക്കുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പം പറശ്ശിനി പോയാലും നീച്ചൂട്ടിക്ക് എന്തെങ്കിലും എല്ലാം ആയിട്ട് വാങ്ങിക്കലുണ്ട്. എനിക്ക് കമ്മലോ അങ്ങനെ എന്തെങ്കിലും മേടിക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയപ്പോൾ തന്നെ നീച്ചൂട്ടിക്ക് എന്താ വാങ്ങിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയെന്ന്. നീച്ചോട് തന്നെ ചോദിച്ചു എന്താ വേണ്ടതെന്നുള്ളത്. അപ്പം നീച്ചു ഫസ്റ്റ് തന്നെ പറഞ്ഞത് ആ ഒരു ഫാന് വേണമെന്നാണ്. ആ കയ്യിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ കാറ്റ് കിട്ടുന്ന ഫാൻ ഉണ്ടല്ലോ, അത് നീച്ചുവിന് ഓൾറെഡി ഉണ്ട് ഒന്ന് പണ്ട് തക്കട് വാങ്ങിയത്. പക്ഷേ അത് ഉണ്ടായിട്ട് മോള് പറഞ്ഞു എനിക്ക് അതന്നെ ആദ്യം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മോള് പറഞ്ഞത് എന്താണോ അതന്നെ വാങ്ങിക്കൊടുക്കുക, വേറെ കുഞ്ഞു സാധനമല്ലേ, അതുകൊണ്ട് അതന്നെ അങ്ങനെ വാങ്ങിക്കൊടുത്ത് നീച്ചൂട്ടിക്ക് ഹാപ്പി ആവുകയും ചെയ്തു. ഒരു സാധനം കിട്ടിയാൽ പിന്നെ വേറെ പറയില്ല കേട്ടോ, അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, കുഞ്ഞു സാധനമല്ലേ പറയുന്നുള്ളൂ. അങ്ങനെ ഫാനെല്ലാം പിടിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നു പോകുമെന്ന്. പിന്നെ ഒരു അനുഗ്രഹം എന്താണെന്നറിയാം, അവിടെ എന്തോ ചടങ്ങുള്ളതുകൊണ്ട് മുത്തപ്പനും തിരുവപ്പനും തൊഴാൻ നമ്മൾ അങ്ങോട്ട് വിടുന്നുണ്ടായിട്ടില്ലേ. അവരിങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ തൊഴാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തപ്പം അങ്ങേ സൈഡിൽ നിന്നാണ് തൊഴാൻ തുടങ്ങുന്നുണ്ടായേ. അപ്പം നിച്ചൂട്ടി ഇങ്ങനെ വാച്ച് പിടിക്കാൻ തുടങ്ങി കുറേ നേരം നിന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ മുത്തപ്പ ഇനി ഇത്രയും നേരം ഇവിടെ എത്തണമെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചേ. അപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. അപ്പോൾ ഉണ്ട് മുത്തപ്പനും തിരുവപ്പനും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്ന് വന്നിട്ട് നമ്മളെ തൊട്ടപ്പുറത്തുനിന്ന് പൈസ വാങ്ങിക്കാൻ തുടങ്ങി. അതെന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാൻ പറയലും അവരിങ്ങനെ വരില്ലോ, അതുകൊണ്ട് എന്തോ ഉള്ളിൽ എന്തോ ഒരു കുളിർമ തോന്നി ആ സമയത്ത്. അങ്ങനെ കുറച്ച് നേരം ചന്തയിലെ കൂടി എല്ലാം നടന്ന് ചോളപ്പൊരിയെല്ലാം വാങ്ങിയിട്ട് നമ്മളിനി നേരെ വണ്ടിയിലേക്ക് പോവാന്ന്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. നിച്ചുട്ടിക്ക് എന്താ വാങ്ങിയേ? ഇതെന്നാ അമ്മ പറയണോ? ഫാന് വാങ്ങിനല്ല, ഓറഞ്ച് ഫാന്. എന്റെ വീട്ടിലുള്ള പച്ചയാണ് ഇത് നിച്ചിന്റെ വീട്ടിലുള്ളത് പച്ച, ഇത് ഓറഞ്ച് അല്ലേ? അങ്ങനെ നമ്മള് പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ വന്നോണ്ട് എന്തോ ഒരു നല്ല ആശ്വാസം. നല്ല തിരക്കുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതിന്റെ അകത്ത് കേറിയിട്ട് അപ്പൊ മുത്തപ്പനും തിരുവപ്പനും ഉണ്ട്, അതന്നെ സമാധാനം. കുറെ ആയി കണ്ടിട്ട്, മുത്തപ്പനെയും തിരുവപ്പനെയും കണ്ടിട്ട്. ഇതിന് മുന്നേ വന്നപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പം കണ്ടു. അപ്പൊ അടുത്തേക്ക് വന്ന് വേഗം തൊഴുതു. അതിനുള്ളിൽ നല്ല തിരക്കുണ്ടായിന്, അപ്പൊ തൊഴാൻ പറ്റൂലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തോ ഒരു ചടങ്ങുള്ളത് കൊണ്ട് നമ്മൾ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തൊഴുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിച്ചുട്ടിനെ അനുഗ്രഹിച്ചല്ലേ, തലയിൽ കൈയെല്ലാം വെച്ച് മുത്തപ്പനും തിരുവപ്പനും അനുഗ്രഹിച്ച്. തിരുവപ്പനെ നിച്ചുട്ടി ആദ്യമായിട്ട് കാണുന്നതാണല്ലേ കണ്ണാ? മുത്തപ്പനെ കണ്ടിട്ടുണ്ട് അല്ലേ, തിരുവപ്പന ആദ്യമായിട്ട് കാണുന്നതാണ്. അങ്ങനെ തൊഴുതിറങ്ങി. അപ്പൊ ചായന്റെ അടുത്ത് നമ്മൾ പോകുമ്പോഴേക്ക് ഭയങ്കര തിരക്കാന്നേ ഉണ്ടായേ. അപ്പൊ ഇന്ന് കുടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല പ്രസാദം കഴിക്കാൻ. അപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പം ആ ഉള്ളില് ചടങ്ങിന്റെ ചെണ്ടകോട്ടെല്ലാം കേട്ടിട്ട് എല്ലാരും അങ്ങോട്ട് പോയി തോന്നുന്നു. അപ്പം അവിടെ ഫ്രീ ആയോണ്ട് പ്രസാദവും കഴിച്ച് അവിടെ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു. പിന്നെ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുകൊണ്ട് എന്നെ പറശ്ശിനിയിൽ വരുമ്പോ ഞാൻ വിചാരിച്ചിനെ എന്തായാലും നമ്മളെ കുറെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിന്. എല്ലാരും വർത്താനം പറഞ്ഞ് എന്തൊരു സ്നേഹാന്ന് വന്നിട്ട് വർത്താനം പറയുമ്പം നമ്മളെ സ്വന്തം ആൾക്കാർക്ക് പോലും അത്ര സ്നേഹം ഉണ്ടാവില്ല, അത്രയും സ്നേഹത്തോടെ വർത്താനം പറയുന്ന. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി വന്നിട്ട് എല്ലാരും വർത്താനം പറഞ്ഞതില്. അപ്പൊ ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാ കണ്ണാ. ചായ കുടിക്കണം, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമുക്ക്, എന്നിട്ട് വീട്ടിലേക്ക് പോവല്ലേ കണ്ണാ? ഉറക്കം വരുന്നുണ്ടടാ? ഉണ്ട്. ചായ കുടിച്ചിട്ട് ഉറങ്ങാട്ടാ. ഇന്ന് നമ്മൾ കണ്ട നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സും ഉണ്ടല്ലോ, എല്ലാരും കണ്ണൂരുള്ള ആൾക്കാർ കുറവാ. എറണാകുളം, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് അങ്ങനെല്ലാം വന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് മുത്തപ്പന്റെ അടുത്തേക്ക് എത്ര ആളാ വരുന്നല്ലേ. വിസ്മയ വാട്ടർ തീം പാർക്കുണ്ട് സൈഡില്. ഇപ്പൊ കുറെ സ്കൂൾ പിള്ളേരെല്ലാം ടൂറെല്ലാം വന്നിട്ടുണ്ടാവും വിസ്മയിലേക്ക്. അപ്പൊ എല്ലായിടത്തുനിന്നും ഉള്ള ആൾക്കാർ എറണാകുളത്തു നിന്നെല്ലാം വന്നിട്ട് ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ഉണ്ട്. ചോറൂണിനെല്ലാം മെയിൻ ആയിട്ട് എല്ലാവരും വരലുണ്ടല്ലോ. കുറെ പേര് കമന്റ് ചെയ്യലുണ്ട് നമ്മള് പറശ്ശിനിക്കടവ് പോയ എല്ലാ വീഡിയോയിലും ഇനി വരുമ്പം പറയണേ നമുക്ക് കാണാന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കുന്ന ആയതുകൊണ്ടാണ് കേട്ടോ, മുന്നേ വീഡിയോയിലൊന്നും പറയാൻ പറ്റാത്ത പെട്ടെന്നുള്ള തീരുമാനങ്ങളായതുകൊണ്ട്. അപ്പൊ ഇനി ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് വരുമ്പോ ഞാൻ മുന്നേ വീഡിയോയിൽ പറയാട്ടോ ഡേറ്റ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നവർക്കെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടെ മീറ്റ് ചെയ്യാലോ. അപ്പൊ ഇനി വരുമ്പോ ഞാൻ പറയേ. നമ്മൾ എവിടെ എത്തി ചുട്ടി?
നമ്മൾ കോഫി ഹൗസിൽ എത്തിയിരിക്കുന്നു. പറശ്ശിനിക്കടവ് പോയാല് വരുമ്പോ കോഫി ഹൗസിൽ ഒരു ചായ, അത് നിർബന്ധാണല്ലോ കേട്ടോ, അല്ലേ? അത് പിന്നെ ആചാരാണല്ലോ. അപ്പൊ ഇത് കോഫി ഹൗസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ സൈഡിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. റോഡ് പണി ആയതുകൊണ്ട് ഫ്രണ്ടിലൊന്നും വെക്കാൻ പറ്റൂല ഇപ്പം. ആ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. മതിവാ മതിവാ, ഒടിയെല്ലാം അടിപൊളി തന്നെ. ഇറങ്ങിച്ചോ. കളിപ്പൂച്ചേ, അച്ചച്ചി അമ്മമ്മയും വരുന്നുണ്ടല്ലോ, പാലക്കാട് നിന്ന് വരുന്നുണ്ടല്ലോ. പ്രേമക്കുട്ടി, ശ്രീധരൻകുട്ടനും വല്യമ്മ കുട്ടിയെല്ലാം വരുന്നുണ്ട്. നമ്മളെ വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് വരും കേട്ടോ. ചായ കുടിക്കാൻ ചലോ 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 ചലോ. കോഫി ഹൗസ് കയറി ചായയെല്ലാം കുടിച്ച് ഏട്ടൻ പൈസ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മൾ കഴിക്കുന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കോഫി മിക്കവാറും പറശ്ശിനി പോയിട്ട് വരുന്നവരിൽ ഈ കോഫി ഹൗസ് ധർമ്മശാല കോഫി ഹൗസ് തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവലുണ്ട് സാധാരണ ആ സമയത്ത്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ മുല്ലപ്പൂ എത്ര കാലമായി അറിയാം മുല്ലപ്പൂ കൂടിയിട്ട്. എനിക്ക് ഒന്ന് ലാസ്റ്റ് ഏട്ടൻ്റെ തക്കുടൂൻ്റെ കല്യാണത്തിന് ഒരു 3 കൊല്ലം മുന്നേ ചൂടിയതാണ്. ഞാൻ മുല്ലപ്പൂ അങ്ങനെ ചൂടലേ ഇല്ല. ഇന്നെന്തോ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൊതിയായി. കുറേ കാലത്തിന് ശേഷം നമ്മൾ അമ്പലത്തിലെല്ലാം പോകുമ്പോൾ പിന്നെ ഈ ഡ്രസ്സിന് നല്ല മാച്ചും ഉണ്ട്, ഈ ഒരു മുല്ലപ്പൂവിൻ്റെ കളറ്. അപ്പൊ അങ്ങനെ മേടിച്ച് ചൂടിയതാണ്. നിച്ചൂട്ടിക്ക് വെച്ചു കൊടുക്കാൻ നോക്കി, നിച്ചൂട്ടി വിടുന്നില്ല. അപ്പൊ വേണ്ട പറഞ്ഞു, ഇതുവരെ വെക്കാത്തോണ്ട് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം നിച്ചൂട്ടിക്ക് വെക്കാം. അപ്പൊ ഇതാ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? നമ്മൾ ഇന്നാള് നമ്മളെ ഫാമിലി വെഡിങ് സെന്ററിൽ പോയപ്പം എനിക്കൊരു ടോപ്പ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചത്. ഇത് നമ്മളെ ഏട്ടന്റെ ഭാര്യ തന്നെ അടിച്ചതാണ്, ഏച്ചി അടിച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്ന് ആദ്യമായിട്ട് പറശ്ശിനിയിൽ പോകുമ്പം ഉദ്ഘാടിച്ചു. അപ്പൊ സമയം ഇപ്പം എത്രയായി? 10:05. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് കണ്ണൂർ പോണം. എന്നാടാ അച്ഛനും അമ്മമ്മേനെയും കൂട്ടാൻ പോണാ? എവിടെ? പാലക്കാടല്ലടാ, അവര് പാലക്കാട് നിന്ന് വരുന്നുണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ പോവാ കേട്ടാ. അവര് 12 മണിയാകുമ്പോ എത്തുവാന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇറങ്ങിയാൽ മതി. അതിന് നമുക്ക് ഡ്രസ്സ് മാറ്റുന്നില്ല. ഏതായാലും പോണ്ടല്ലേ, നമുക്ക് മുല്ലപ്പൂയിൽ അയച്ചു വെക്കാം. പക്ഷെ ഡ്രസ്സ് മാറ്റുന്നില്ല. നിച്ചൂട്ടി വന്നാടിതാ നമ്മള് ചോളപ്പൊരി വാങ്ങിച്ചിട്ടുണ്ട്, അതിനത് കഴിക്കുകയാണ്. നിച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അതല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചോളപ്പൊരി. ആ മറ്റേ പല്ല് പോലെയുള്ള ആ പൊരി ഉണ്ടല്ലോ, വെള്ള കളറുള്ളേ, അതിനേക്കാളും എനിക്ക് ചോളപ്പൊരിയാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിക്കട്ടല്ലേ കണ്ണാ? ആ അടിപൊളിയാ, യമ്മിയാ, യമ്മി പറ. വെള്ളം കുടിക്കട്ടെ. ഞാൻ ഫോണ് കുറച്ചു നേരം ചാർജ് ചെയ്യട്ടെ, ഫോണിൽ ചാർജ് കുറവാണ്. ദേ നമ്മള് വീണ്ടും വണ്ടി കയറിയിരിക്കുകയാണ്. വേഗം ഒന്ന് ഫ്രഷായി ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിട്ടാ വേഗം കണ്ണൂരേക്ക് പോകുന്നത്. ഇപ്പൊ സമയം 11 മണിയായേ. 12 മണിയെല്ലാം ആകുമ്പോ അവര് കണ്ണൂർ എത്തുമായിരിക്കും, സ്റ്റേഷനിലെത്തും. അപ്പൊ നമുക്ക് അവരെ കൂട്ടിയിട്ട് വരാം. അപ്പൊ നമ്മള് കണ്ണൂരെത്തി. ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് വണ്ടി വെച്ചിട്ടുള്ളത്. ട്രെയിൻ എത്തുന്നതേ ഉള്ളൂ, ഒരു 15 മിനിറ്റിനുള്ളിൽ എത്തും. അപ്പൊ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം ഉണ്ടാവൂല. അപ്പൊ ഇരുന്ന് ഫുഡ് മേടിക്കാന്ന് വിചാരിച്ചു. നമ്മ രാവിലെ പറശ്ശിനി പോയിട്ട് വന്നതുകൊണ്ട് അമ്മ പറഞ്ഞു ഫുഡൊന്നും ആക്കണ്ട, വരുമ്പോ കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ഗ്യാപ്പ് കിട്ടിയിട്ടില്ലല്ലോ, നമ്മൾ അപ്പാടെ ഇങ്ങോട്ട് വരുകയും ചെയ്തില്ലേ. അപ്പൊ അതുകൊണ്ട് ഏട്ടൻ ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ട്. ആയോന്ന് അറിയില്ല, 11:30 ആയതേ ഉള്ളൂ. ഫുഡ് ഹോട്ടലിൽ റെഡി ആയോന്ന് അറിയില്ല. ആയെങ്കിലും മേടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് കഴിക്കണം. വെച്ചിട്ട് നല്ല ഉറക്കാന്നേ. അപ്പൊ ഏട്ടൻ പോയിട്ടുണ്ട്. കണ്ണൂർ സൗത്ത് എത്തിന്ന് പറഞ്ഞു. അപ്പൊ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും അവര്. ഇനി പോയിട്ട് അവരെ പിക്ക് ചെയ്യാം. അന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിന് കണ്ണൂർ സ്റ്റാൻഡിന്റെ അടുത്ത് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ എവിടെയാ ഉള്ളതെന്ന്. ഇതാ ഈ ഒരു റെസ്റ്റോറന്റ് കണ്ടോ, ഡൈനേഴ്സ്. ഈ ഒരു റെസ്റ്റോറന്റ് അത്യാവശ്യം നല്ലതാട്ടോ, നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷെ ചോറുണ്ടാവില്ല ഉച്ചക്ക്, ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഏട്ടാ കിട്ടീനാ ഫുഡ്? ആയിനല്ലേ? വൈകുന്നേരം ആയിട്ടുള്ളൂ. അതെയാ, എന്തായാലും കിട്ടിയല്ലോ സമാധാനം. അല്ലെങ്കിൽ പിന്നെ അവരെയും കൊണ്ട് ആദ്യം അവര് ടയേർഡായിട്ട് വരുന്നല്ലേ യാത്രയെല്ലാം കഴിഞ്ഞിട്ട്. ആദ്യം ഹോട്ടലിൽ പോകുന്നതിനേക്കാളും വീട്ടിലെത്തി അവർക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാലാ. എനിച്ചാലോ റെയിൽവേ സ്റ്റേഷൻ. എവിടെ അച്ചച്ച അമ്മമ്മ എവിടെ ഇച്ചു? അതല്ലേ അച്ചച്ച അമ്മമ്മ, അച്ചച്ച അമ്മമ്മ.
അച്ചാച്ചക്ക് ഒന്നും പറയണ്ടാവും. ക്ഷമയില്ലാടാ. പ്രേമക്കുട്ടി വന്നാ, ശ്രീധരൻകുട്ടൻ വന്നാ, വെല്ലമ്മക്കുട്ടി വന്നാ. അമ്മ യാത്രയെല്ലാം അടിപൊളിയായ? അടിപൊളിയായി, കാര്യങ്ങളെല്ലാം സന്തോഷകരം, അതുകൊണ്ട് നല്ല ഹാപ്പി ഉണ്ട്. ട്രെയിനിൽ തിരക്കൊന്നുമില്ലല്ലോ? തിരക്ക് കുറച്ച് ഒരു 4-5 സ്റ്റേഷനിലാണ്. കാലിക്കറ്റ് എത്തിയപ്പോ അത് കുറച്ച് ഫ്രീ ആയ. നമ്മളെ നമുക്ക് ആലുവക്കാരുടെ സ്ഥലമില്ല, കുഞ്ഞുമക്കളെല്ലാം കയറി പോവാ. അപ്പൊ നമ്മൾ ഉച്ചക്ക് എത്തി, ഫുഡെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് നിച്ചൂട്ടിനെ ഉറക്കാൻ വേണ്ടി ഞാൻ കുറെ ട്രൈ ചെയ്തു. പക്ഷെ നിച്ചൂട്ടി ഉറങ്ങിയിട്ടില്ല. പോകുമ്പം വണ്ടിയിൽ കുറച്ചു നേരം ഉറങ്ങിയിനി, കണ്ണൂർ എത്തുന്നവരെ. അതുകൊണ്ടായിരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇപ്പൊ സമയം 3:30 കഴിഞ്ഞേ. അപ്പൊ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണീച്ചതാണ്. അപ്പൊ ഇങ്ങനെ തപ്പി നടന്നപ്പോ ഒരു കാര്യം ഓർമ്മ, പണ്ട് ഉണ്ടാക്കിയ ഒരു മോമോസ് ഉണ്ടാക്കി. ഞാൻ മോമോസ് പറഞ്ഞാൽ നമ്മള് മേടിക്കുന്ന പോലത്തെ അങ്ങനത്തെ അല്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് മധുരം, എരിവ് ഇട്ട് കഴിഞ്ഞാൽ നിച്ചൂട്ടി വന്ന് തിന്നാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മധുരം ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു മോമോസ് ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, കുറേ മുന്നേ. ഇപ്പൊ അടുത്തൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വേഗം ഒന്ന് ചായ കുടിക്കാനാകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ക്ലിപ്പ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. പക്ഷെ അത് മറന്നുപോയി. എനിക്കിതിൽ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ കാണുന്നില്ല ആദ്യം എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞേരെ. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കെല്ലാം കുഴക്കലില്ലേ, അതുപോലെ കുഴച്ച് വെക്കും കേട്ടോ. ആദ്യം തന്നെ അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് അതിൻ്റെ മാവ് എന്ന് പറയുന്നത്. ചപ്പാത്തിക്കും പൂരിക്കെല്ലാം കുഴക്കുന്ന പോലെ ലൈറ്റ് ഉപ്പിട്ടിട്ട്, പൊടിക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ പൂരിക്ക് പരത്തുന്ന ആ ഒരു വലിപ്പമില്ലേ, ആ ഒരു വലിപ്പത്തിൽ നമ്മൾ കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുക. അധികം തിന്നായിട്ട് ഇങ്ങനെ പാട പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഒരു പൂരീൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ഇടുന്നത് കുറച്ച് തേങ്ങയും പഞ്ചസാരയും മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ത് വേണമെങ്കിൽ ഇടാം. കുറച്ച് പരിപ്പെല്ലാം മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് അവിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയെല്ലാം ഇടാം. ഞാൻ തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടുക ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാരീൻ്റെ എല്ലാം ഞൊറിവെടുക്കൂലേ, അതുപോലെ ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുക. അതാണ് കുറച്ചൊരു സമയമുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സമയം എടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ്. പക്ഷെ നമ്മൾ ചെയ്താകുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം ഇത് സ്പീഡായി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് സ്പീഡിലാവും. 1-2 സാധനം നിങ്ങൾ ഞൊറിഞ്ഞെടുക്കുമ്പോഴേക്ക് ഇങ്ങനെ സ്പീഡാവും. കാണുമ്പോൾ അയ്യോ ഈ ഷേപ്പ് വരണ്ടേന്നെല്ലാം തോന്നുന്നുണ്ടാവും. പക്ഷേ പിള്ളേർക്കെല്ലാം ഇഷ്ടമാവും ആ ഒരു ഷേപ്പ് കാണുമ്പോൾ. പിന്നെ ഗോതമ്പിൻ്റെയും ആ തേങ്ങേൻ്റെയും പഞ്ചസാരേൻ്റെയും എല്ലാം കൂടെ ടേസ്റ്റ് വരുമ്പോഴേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് മുകളിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കിഴി പോലെ ഉണ്ടാവും. നമ്മളെ ഒരു പണക്കിഴിയലില്ലേ, പണ്ടത്തെ രാജാക്കന്മാരെ പണക്കിഴി ഉണ്ടല്ലോ, അതെല്ലാം പോലെ ഉണ്ടാവും. ഒരു മോദക്കല്ലേ നമ്മളെ നോർത്തിലെല്ലാം ഉണ്ടാവുന്ന ഗണപതിൻ്റെ ഇതിനൊക്കെ വെക്കുന്ന മോദക്ക്, അതിൻ്റെ എല്ലാം ഒരു ഷേപ്പിലായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോമോസ്. ഞാൻ എല്ലാം ഇതുപോലെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഫുള്ളാക്കിയില്ല. ഞാൻ എണ്ണം നോക്കിയിട്ട് അത്രേ ആക്കിയിട്ടുള്ളൂ. വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ചെണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിക്ക് വെക്കണം. റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് വികസിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കണം. പക്ഷേ ഞാൻ ആക്കിയ എണ്ണം കുറച്ച് ടൈറ്റാണ്. 2 ആക്കേണ്ടി വരുമോ, അല്ല അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്. ഏതായാലും വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് ചായയും കൂടി ഉണ്ടാക്കട്ടെ. വെല്ലുമ്മയും കൂടി ഉണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ചായ ഉണ്ടാക്കട്ടെ. ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. രണ്ടും അവിടെ നിന്ന് ഒരുമിച്ചാവട്ടെ. എനിക്ക് ഉച്ചക്ക് ഉറക്കം വന്ന് പെടാറണങ്ങീനെ. എന്നിട്ട് നിച്ചൂട്ടിനെ ഉറക്കാൻ കിടത്തിയത്. അപ്പം നിച്ചു ഉറങ്ങുന്നേ ഇല്ല. അപ്പം ഏട്ടൻ പറഞ്ഞു ഞാൻ കൂട്ടി പോയിക്കോളാം, നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞേ. നിച്ചൂട്ടിനെ എടുത്ത് പോയപ്പോൾ എൻ്റെ ഉറക്കം പോയി. എപ്പോഴും ഇല്ല സുഖമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. പക്ഷെ നിച്ചു അടുത്ത് ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. നിച്ചൂട്ടിനെ എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയാലോ കളിപ്പിച്ചാലോ വേറെ എവിടെയെങ്കിലും പോയാലോ എനിക്ക് ഉറക്കം വരില്ല. പണ്ടേ അങ്ങനെയാണ് കേട്ടോ. നിച്ചു കുഞ്ഞു വാവ ഉണ്ടാകുമ്പം വരെ രാത്രി ഉറക്കല്ലോ ഒഴിഞ്ഞാല് രാവിലെ പകൽ ഉറങ്ങാൻ കുറച്ചു നേരം നിച്ചു വാവ വേറെ അടുത്തങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ഓള് ബെഡിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലോണം ഉറങ്ങും, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. അതുകൊണ്ട് എൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടുമില്ല. ഓൾ ഉറങ്ങിയിട്ടുമില്ല, ഞാൻ ഉറങ്ങിയിട്ടുമില്ല. ബാക്കി എല്ലാവരും ക്ഷീണം തീർക്കാൻ കുറച്ചു നേരം ഉറങ്ങി. ഇനി വേഗം ചായ കുടിക്കുമ്പോൾ കുറച്ചൊന്നൊരു ഉഷാറായിക്കോളും.
ഇത് കുറച്ചു നേരം ഇങ്ങനെ വേവിച്ചാൽ മതി. ഇടയ്ക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, അപ്പോൾ കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ കുറച്ചു നേരം വെന്തിട്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെന്തോ ഇല്ലയോ എന്ന്. ഫൈനലി നമ്മുടെ എമ്മി മോമോസ് റെഡി ആയിട്ടുണ്ട്. അധിക സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് ഉറപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. ഈ ഗോതമ്പിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ, ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും വേവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ, പക്ഷെ കഴിക്കുമ്പോൾ അടിപൊളി രസമാണ്. ഏട്ടനെല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും മോമോസ് ആക്കി തരുമോയെന്ന്. നല്ലൊരു ടേസ്റ്റാണ്. പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഇഷ്ടമാവും കേട്ടോ പിള്ളേർക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്യാത്തവർ. ഇനി നമുക്ക് ചായ കുടിക്കാം. ചായ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കി അമ്മ വന്നിട്ട് പാലക്കാട് വിശേഷമാണ്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പാലക്കാട് വിശേഷം ഇങ്ങനെ ലോഡിങ് ആയിരിക്കും, ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ ചായ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ മോമോസും എല്ലാം ഞാൻ പ്ലേറ്റിലേക്കെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ചായ കുടിക്കാൻ പോവാം. നനച്ചു മാമോസാ മയങ്ങും നോക്ക അമ്മമ്മമാർക്കെല്ലാം അച്ഛനെ വിളിച്ചിട്ട് വാ, അച്ഛനെ വിളിച്ചിട്ട് വാ. ലൈറ്റ് മധുരം അമ്മ നല്ലോണം കടിച്ചാലേ മധുരം കിട്ടും, ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ആ കുറച്ച് കിട്ടിട്ടു മധുരം. വിമാനം വിമാനം മേഘത്തിനുള്ളിൽ ഒളിച്ചുവിടുന്നു അമ്മ നോക്കുമ്പോ. അമ്മേനെ കാണാണ്ട്. ഇത് കല്ല് വാരാനാ അത്? ആ മതി മതി. എന്നാ സ്പൂണിന്നാ മതി, കല്ല് വാരണ്ട കളിപ്പിച്ചേ. അതന്നെ നിച്ചൂട്ടി വൈകുന്നേരത്തെ കളിക്ക് ഇറങ്ങിയിട്ടുണ്ട്. റോഡിലേക്ക് ഇറങ്ങിയിട്ട് കളിക്കോന്ന്. അതന്നെ മതി 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 സ്റ്റോപ്പ്. പിന്നെ കുറേ നേരം മുറ്റത്ത് കളിച്ച് നമ്മളെല്ലാവരും മുറ്റത്ത് തന്നെ നടക്കുകയെല്ലാം ചെയ്ത് എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് കസേരയെല്ലാം എടുത്തിട്ടിച്ച് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സീൻ എന്ന് പറയുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ സ്ഥിരമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനും അമ്മയും ഏട്ടനും അച്ഛനും പുറത്ത് കസേരയെല്ലാം കൊണ്ടിട്ടിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കും. അത് സ്ഥിരം അങ്ങനെയായിരുന്നു ആ സമയത്ത്. ഇപ്പം അതൊരു ഓർമ്മക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇട്ടിട്ടിരിക്കും. അപ്പോൾ ഇന്ന് വില്ലുമ്മയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാൻ നിച്ചൂട്ടിക്കും ഭയങ്കര ആവശ്യം. എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ കസേരയെല്ലാം കൊണ്ടിട്ടിരിക്കുമ്പോൾ പിന്നെ കുറേ നേരം നമ്മൾ അങ്ങനെ തന്നെ ആടി ഇരുന്നു. ഇച്ചോ എന്നാ പണിയെടുക്കുന്നേ? വില്ലമ്മേനെ കാണണം പറഞ്ഞ എന്നാ വില്ലമ്മേനെ കാണിച്ചു കൊടുക്കും. ആന്റി വില്ലമ്മേന്റെ മടിയിൽ കൊടുത്തേ. എന്നാല് നമ്മള് രാത്രി പുറത്തിരുന്നിട്ട് കഥ പറയുന്നു. പുറത്ത് നല്ലതാണ്, കുറച്ച് തണുപ്പുണ്ടല്ലേ പുറത്ത്. അകത്ത് കയറാൻ പറ്റുന്നില്ല. ആ അത് ഉറങ്ങി, മിന്നു ഉറങ്ങി. പക്ഷെ പുറത്തൊരു ചെറിയ തണുപ്പുണ്ട്. ആ ഉള്ളില് ഭയങ്കര ചൂടല്ലേ. പുറത്തൊരു തണുപ്പ് കിട്ടുന്നുണ്ട്. ആ കുറച്ചേരം ഇരിക്കുമ്പോ ഒരു കാറ്റിന്. അങ്ങനെ കഥയെല്ലാം പറഞ്ഞിരുന്നിരുന്ന് നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഫുഡെല്ലാം ആക്കാം, അതുവരെ വർത്തമാനം പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡെല്ലാം വേഗം സെറ്റപ്പ് ആക്കി. ഞാൻ മുട്ട റോസ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെല്ലുമ്മക്ക് ചപ്പാത്തി പരത്തി കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് വെല്ലുമ്മ ചുട്ടെടുക്കുന്നുണ്ട്. അമ്മ ഉള്ളിയെല്ലാം മുറിച്ച് വന്ന് മുട്ട റോസ്റ്റിനുള്ള എൻ്റെ നീച്ചൂട്ടി വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് റെഡിയായി. അങ്ങനെ ഫൈനലി രാത്രി ഫുഡ് കഴിക്കാനേ. ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ട്. നീച്ചൂട്ടിക്ക് കുറച്ച് വെജ് ബിരിയാണി പോലെ ആക്കി. വെജിറ്റബിൾസ് അധികമൊന്നുമില്ല, ഉള്ളിയും ക്യാരറ്റും എല്ലാം ഇട്ടിട്ട് കുറച്ച് നെയ്ച്ചോറാക്കി. അതാ നിച്ചൂട്ടി ചപ്പാത്തി വേണ്ട വെച്ചു. നിച്ചുന് കുറച്ച് ചോറ് തന്നെ ആകുമ്പല്ലേ വയറെന്ന് അറിയുന്നു. നിച്ചുന് ബിരിയാണിയാണേ, നെയ്ച്ചോറല്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഫുഡെല്ലാം കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ ഒരു ഫുൾ ഡേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അമ്മയും വല്യമ്മയും സ്റ്റിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുറ്റത്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് വർത്താനം പറയുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് കിടന്നുറങ്ങും.